ഈ സോളാർ പ്ലാന്റ് ഉണ്ടതിൻ്റെ യഥാർത്ഥ പ്രയോജനം എന്നാണ് നമുക്ക് മനസ്സിലായത്. അഖിൽ എനിക്ക് ഒന്നാമത് പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെ വളരെ പ്രധാനമാണ്. നമുക്ക് ഈ എക്സിസ്റ്റിംഗ് സിസ്റ്റം എല്ലാം യൂസ് ചെയ്ത് വളരെ ഇക്കോണമിക്കലായിട്ട്, സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ചിലവ് കുറഞ്ഞാണ് സിസ്റ്റംസ് ചെയ്തു തന്നത്. വളരെ നന്നായിട്ടും ചെയ്തു തന്നു. KCB ബില്ലാണെങ്കിലും എനിക്ക് വളരെയധികം വളരെ കുറഞ്ഞെന്ന് പറഞ്ഞാൽ മാസം വേണ്ട 200-300 രൂപ വരുന്ന രീതിയിലേക്ക് എത്തി. മനസ്സിലായി. AC എല്ലാം ഇവിടെ 6 AC ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള വീടാണ്, ഒത്തിരി ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഉള്ള വീടാണ്. ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കൺവീനിയൻസ്, ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞപ്പോൾ ഹലോ സാർ, നമസ്കാരം. വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പെരിയാട് ഒരു 50 മീറ്റർ തൊട്ടടുത്താണ് നമ്മുടെ പുഴ ഒഴുകുന്നത്. സാറ് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി ഈ ഒരു വെള്ളപ്പൊക്ക സമയത്ത് സാറ് സോളാർ വെച്ചതിൻ്റെ അഡ്വാൻറ്റേജ് അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം. 2017 ഞാനിവിടെ താമസം തുടങ്ങിയത്. അന്ന് ഈ പ്രോജക്റ്റ് ആക്ച്വലി കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പായി തന്നെ താമസം തുടങ്ങിയാണ് ഞാൻ. അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പവർ ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു അത്യാവശ്യമായിരുന്നു. കാര്യം ഇവിടെ താമസിക്കണമെങ്കിൽ അത് വേണം എന്നുള്ളത് തീർച്ചയായിട്ടും വേണമെന്നുള്ളതായിരുന്നു. അന്ന് ഞാനിങ്ങനെ ഓപ്ഷൻസ് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് അന്ന് ഈ ഓൺ ഗ്രിഡ് സിസ്റ്റംസ് ഒന്നും അങ്ങനെ ഇൻസ്റ്റലേഷൻ അങ്ങനെ പോപ്പുലർ ആയിട്ടില്ല. അപ്പോൾ സോളാർ പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കുകയും അന്ന് ഈ മാർക്കറ്റിലുണ്ടായിരുന്ന അന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു നല്ല കമ്പനിക്കാരെ വിളിച്ച് സോളാർ ചെയ്യിച്ച് എനിക്ക് ഓഫ് ഗ്രിഡായിട്ട് ചെയ്ത് അത് എൻ്റെ വീടിൻ്റെ പവർ ഡിമാൻഡ് അനുസരിച്ച് ചെയ്ത് അന്നൊരു 3 kVയുടെ ഒരു പ്ലാന്റാണ് ചെയ്തത്. അത് വെച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെയാണ് എനിക്കിവിടെ ജീവിക്കാൻ പറ്റിയത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അഡ്വാൻറ്റേജ് എനിക്ക് ഉണ്ടായത് അടുത്ത വർഷം ഫ്ലഡ് വന്നപ്പോഴാണ്. അടുത്ത വർഷം ഫ്ലഡ് വന്നപ്പോൾ ഈ വില്ല ശരിക്ക് ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 10 അടി വെള്ളം കയറി. അതായത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ളായിട്ട് വെള്ളത്തിൽ പോയി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അത് റിവൈവ് ചെയ്യേണ്ട കണ്ടീഷൻ വന്നു. ഇവിടെ വന്നപ്പോഴല്ല നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു. ഇലക്ട്രിക്കൽ ഇതൊന്നുമില്ല. 50 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ പെരിയാർ. അതെ, പെരിയാറിൻ്റെ ഏറ്റവും വീതിയുള്ള ഭാഗമാണ്. അതുകൊണ്ട് ഈ ഫ്ലഡ് നന്നായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇത് റിവൈവ് ചെയ്തെടുക്കേണ്ട ഒരു കണ്ടീഷൻ വന്നപ്പോൾ നമ്മുടെ പവറില്ല, ഒന്നുമില്ല ഇവിടെ. അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് പിന്നെ ആ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് ഞാൻ ആ ഗ്രൗണ്ട് ഫ്ലോർ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് അത് ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്തത്. അന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രയോജനം. കാര്യം ഈ സോളാർ പ്ലാന്റ് ഉണ്ടതിൻ്റെ യഥാർത്ഥ പ്രയോജനം എന്നാണ് നമുക്ക് മനസ്സിലായത്. സാർ, അപ്പോൾ നമ്മളൊരു അറൗണ്ട് ഒരു 1 year മുന്നെയാണ് നമ്മൾ ഒരു മീറ്റ് ചെയ്തത്. സാർ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യുന്ന ഒരു റിക്വയർമെന്റ് വന്നിട്ട്. പക്ഷേ ഹൈബ്രിഡ് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിരുന്നത് ഓൺ ഗ്രിഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഈ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റം വേണമെങ്കിൽ ബാക്കപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നും അതുപോലെ നമുക്കൊരു ഓൺ ഗ്രിഡിലേക്ക് എൻ്റെ കാര്യം ഞാൻ സാറോട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ സാറിൻ്റെ ഒരു പോയിന്റ് ക്ലിയർ ആയിരുന്നു. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? അതായത് ഞാനിവിടെ ഓഫ് ഗ്രിഡ് സിസ്റ്റം വെച്ചെങ്കിലും വർഷത്തിൽ വളരെയധികം മാസങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഇല്ലാതെ വീട് അടച്ച് ഇടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാര്യം ജോലിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ടൂറായിട്ടൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജനറേറ്റ് ചെയ്യുന്ന സോളാർ പവർ മുഴുവൻ വേസ്റ്റായി പോവാണ്. നമുക്കൊരു പ്രയോജനം ഇല്ലാതെ പോവാണ്. നമ്മളിവിടെ ഉള്ളപ്പോൾ ശരി, അതെ, നമുക്കൊരു പ്രയോജനമില്ല. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ട് നമുക്ക് ഇത് ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഈ പവർ നമുക്ക് എന്തുകൊണ്ട് KCBക്ക് കൊടുത്തുകൂടാ എന്നുള്ള ചിന്ത വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സിസ്റ്റം അവൈലബിൾ ആണെന്ന് തന്നെ അറിയുന്നത്. എനിക്ക് ചെയ്ത കമ്പനിക്കാരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരിങ്ങനൊരു സിസ്റ്റം ഇല്ലെന്നാണ് എന്നോട് ആദ്യം പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ തന്നെ സ്റ്റഡി ചെയ്ത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ കുറേ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അഖിലിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസും അവരുടെ സാറ്റിസ്ഫാക്ഷനും കണ്ടപ്പോൾ 1-2 പേര് ഇവിടെ വന്നെങ്കിലും അഖിലിനോട് ആദ്യത്തെ ഒരു മീറ്റിങ്ങിൽ തന്നെ എനിക്ക് ഇത് തന്നെയാണ് മൈ റൈറ്റ് പേഴ്സൺ എന്ന് എനിക്ക് തോന്നി. കാര്യം ഞാനൊരു എഞ്ചിനീയർ എന്നുള്ളതിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റൈറ്റ് ആൻസേഴ്സ് തരാനുള്ള കഴിവുണ്ടാവുക എന്ന് പറയുന്നതിന് അതിന് നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. അതാണ് മെയിനായിട്ട് അഖിലിനെ കൊണ്ട് ഹൈബ്രിഡ് സിസ്റ്റം തന്നെ ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ റിക്വയർമെന്റ് പ്രകാരം നമ്മളൊരു ഹൈബ്രിഡ് സിസ്റ്റം പ്ലാൻ ചെയ്തു. ഇപ്പം നിലവിൽ അദ്ദേഹത്തിനൊരു 3 kVയുടെ സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ആ എക്സിസ്റ്റിംഗ് ബാറ്ററി ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളൊരു ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് പോയി. ബാറ്ററി മാത്രമല്ല, ആ പാനൽസ് നമ്മൾ ഉപയോഗിച്ചു. ഇപ്പോൾ അറൗണ്ട് ഒരു ഞാനിപ്പോൾ സിസ്റ്റം നോക്കിയായിരുന്നു, അറൗണ്ട് ഒരു 1 മെഗാവാട്ടോളം ജനറേഷൻ നടന്നിട്ടുണ്ട്. അറൗണ്ട് 1.1 മെഗാവാട്ടോളം ജനറേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സാറിന് ബില്ല് കാര്യങ്ങളൊക്കെ? സത്യത്തിൽ അത് വളരെ ഉപകാരമായ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഇൻസ്റ്റലേഷൻ്റെ സമയത്തുള്ള അഖിലിൻ്റെ ആ എനിക്ക് ഗൈഡ് ചെയ്ത് തന്ന കാര്യങ്ങൾ. കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് വന്ന പലരും പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കൂടെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് മൊത്തത്തിൽ വളരെ കോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ, ഐ ക്യാൻ അഫോർഡ് ഇറ്റ്. പക്ഷേ അതിലല്ലോ കാര്യം. അഖിൽ എനിക്ക് ഒന്നാമത് പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെ വളരെ പ്രധാനമാണ്. നമുക്ക് ഈ എക്സിസ്റ്റിംഗ് സിസ്റ്റം എല്ലാം യൂസ് ചെയ്ത് വളരെ ഇക്കോണമിക്കലായിട്ട്, സത്യം പറയാൻ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ചിലവ് കുറഞ്ഞാണ് സിസ്റ്റംസ് ചെയ്തു തന്നത്. വളരെ നന്നായിട്ടും ചെയ്തു തന്നു. അതുകൊണ്ട് KCB ബില്ലാണെങ്കിലും എനിക്ക് വളരെയധികം
വളരെ കുറഞ്ഞെന്ന് പറഞ്ഞാൽ മാസം വേണ്ട 200-300 രൂപ വരുന്ന രീതിയിലേക്ക് എത്തി. മനസ്സിലായി. AC എല്ലാം ഇവിടെ 6 AC ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള വീടാണ്, ഒത്തിരി ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉള്ള വീടാണ്. പ്രൊഡക്ഷൻ ആണെങ്കിൽ നന്നായിട്ടുണ്ട്, ഗ്രിഡിലേക്ക് നമ്മൾ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. നോ ഇഷ്യൂസ്, അബ്സല്യൂട്ട്ലി നോ ഇഷ്യൂസ്. കാര്യം ഞാനിവിടെ പുറത്ത് പോയിരുന്ന സമയത്ത് പോലും ഒന്നും സംഭവിച്ചില്ല, വളരെ വൃത്തിയായിട്ട് അത് ഓടി. എന്ന് വെച്ചാൽ അത്ര നന്നായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തെന്നുള്ളതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന സുഗാം എന്നുള്ള ബ്രാൻഡിന്റെ ഇൻവെർട്ടർ ആയിരുന്നു ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിലെ 3K ഇൻവെർട്ടറും 4 ബാറ്ററി 40 ടോട്ടൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റം ആയിരുന്നത്. പിന്നെ 250 വാട്ടിന്റെ 8 പാനൽ വെച്ചിട്ടുള്ള ഒരു 2KW പാനൽസും ഈ സിസ്റ്റത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു തവണ ഇതിന്റെ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാര്യം നോർമലി ഒരു 5 years ആണ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ ലൈഫ് കിട്ടുന്നത്. ഇത് രണ്ടാമത്തെ സെറ്റ് അദ്ദേഹം പർച്ചേസ് ചെയ്ത് അറൗണ്ട് ഒരു 3 year ആയിട്ട് അദ്ദേഹം റൺ ചെയ്തിരിക്കുന്നതാണ്. ആ എക്സിസ്റ്റിംഗ് ബാറ്ററി ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ ഹൈബ്രിഡ് സിസ്റ്റം ഇവിടെ ചെയ്തിട്ടുള്ളത്. സാർ, നമുക്ക് ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഇൻവെർട്ടറിനെ അപേക്ഷിച്ച് സാർ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഹൈബ്രിഡിൽ തോന്നിയത്? മെയിനായിട്ട് ഹൈബ്രിഡ് സിസ്റ്റം തന്നെ. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പവർ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അത് എക്സ്പോർട്ട് ആവും. മനസ്സിലായി. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇൻവെർട്ടറിൻ്റെ യൂസർ ഫ്രണ്ട്ലിനെസ്, അതായത് ഇതിനുള്ളിൽ നിന്ന് അധികം ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആൾക്ക് പോലും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതെ എന്താണ് എക്സ്പോർട്ട് ആണോ സ്റ്റോറേജിങ്, അതെ അങ്ങനെയുള്ള ഡാറ്റ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ആൾക്കാർക്ക് പോലും മൊബൈലിൽ തന്നെ കൃത്യമായിട്ട്, ഞാൻ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നാണേലും എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ട് അതൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് അറിയുക, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ അതുപോലെ പിന്നെ നമുക്ക് ഈ ഇൻവെർട്ടറിനെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ പാനൽസ് നമുക്ക് ആഡ് ചെയ്യാന്നുള്ളത്. നമ്മളിത് 3.6 kW ഇൻവെർട്ടറാണ്. അറൗണ്ട് ഒരു 4.6 kW വരെ നമുക്ക് പാനൽസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഡ്യുവൽ MPPT മോഡലാണിത്. നിലവിൽ നമ്മൾ ലെഡ് ആസിഡാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇൻ ഫ്യൂച്ചറിൽ നമുക്കിത് ലിഥിയത്തിലേക്ക് സാറിന്റെ റിക്വയർമെന്റ് അല്ലെങ്കിൽ നമ്മൾ അന്ന് പ്ലാൻ ചെയ്യുന്നത് ഈ ബാറ്ററിയുടെ ലൈഫ് കഴിയുമ്പോൾ ലിഥിയത്തിലേക്ക് സ്വിച്ച് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ സിസ്റ്റം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ സാറിനോട് പറയുമായിരുന്നു, ഒരു തവണ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത ആളെന്ന് പറഞ്ഞത് അദ്ദേഹം വീണ്ടും എക്സ്പാൻഡ് ചെയ്യേണ്ടിയിരിക്കും. അതിന്റെ ഒരു മീറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സാർ ഒന്ന് അതെ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കൺവീനിയൻസ്, ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞപ്പോൾ ഇതിൽ നിർത്തിയാൽ പോരാ എന്ന് എനിക്ക് തോന്നി. കാര്യം എനിക്കെന്നല്ല, ആക്ച്വലി എനിക്ക് തോന്നുന്ന ഒരുവിധപ്പെട്ട സോളാർ കസ്റ്റമേഴ്സിന് എല്ലാം അത് തോന്നും. നന്നായ രീതിയിൽ ഇപ്പോൾ അഖില ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് വീണ്ടും തോന്നും. അങ്ങനെ ഒരു എക്സ്പാൻഷൻ്റെ ഭാഗത്തിനാണ് അഖിലിനെ വീണ്ടും ഞാൻ വിളിച്ചു വരുത്തിയത്. ഇപ്പോൾ ഇത് ഞങ്ങൾ കൂടുതൽ പാനൽ ആഡ് ചെയ്ത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, ബാറ്ററി ആണെങ്കിൽ മാറി ലിഥിയം അയോണിലോട്ട് മാറുക എന്നുള്ള പദ്ധതികളുമായിട്ടാണ് ഇനി മുന്നോട്ട് പോകുന്നത്. അതിന് വേണ്ടിയാണ് ഞാനൊന്ന് ഷോർട്ട് ചെയ്ത് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നിലവിൽ ഇപ്പോൾ ടോപ്കോൺ സീരീസ് പാനൽ അവൈലബിൾ ആണ്. സാറിന്റെ ഇപ്പോൾ റൂഫ് ഏരിയയിൽ 8 പാനൽ എന്ന് പറയുന്നത് ആ റൂഫ് ഫ്ലാറ്റ് റൂഫ് ഏരിയ ടൈറ്റ് ആണ്. അതെ. അപ്പോൾ നമ്മൾ ആ സെയിം ഏരിയ തന്നെ 4 കിലോ, ഇപ്പൊ നിലവിൽ 2 കിലോ ഇരിക്കുന്ന ഏരിയയിൽ നമുക്കിപ്പോൾ 4 കിലോ പാനൽ വെക്കാൻ പറ്റും. അപ്പൊ ആ ഏരിയയിൽ നമ്മൾ ആ പാനൽസിനെ മാറ്റിക്കൊണ്ട് നിലവിൽ കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ടോപ്കോൺ സീരീസ് പാനൽ കയറ്റിക്കൊണ്ട് ഈ സിസ്റ്റത്തെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ ബാറ്ററീസ് ഇപ്പൊ നിലവിൽ ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ ലിഥിയത്തിലേക്ക് കൂടി ഒന്ന് മാറ്റാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ മെയിനായിട്ട് വന്നത്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ബാക്കിയുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് ഈ സിസ്റ്റത്തിനെ കുറിച്ച് ഇനിയും ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ സംശയിച്ച് നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഗോ ഹെഡ് വിത്ത് ഇറ്റ്. മാത്രമല്ല ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അഖിൽ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുക, അല്ലാതെ കേട്ടറിവല്ല. വളരെ നന്നായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നിങ്ങൾക്ക് ഒരു നഷ്ടം വരുന്ന രീതിയിൽ എന്തായാലും ചെയ്യില്ല. അതാണ് ഞാൻ കണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ലാഭം ഉണ്ടാകുന്നില്ല അഖിൽ ചെയ്യുള്ളൂ. ഈ സർവീസ് ആണെങ്കിൽ നമ്മൾ വിളിച്ചു പറയുന്നതിന് മുമ്പ് ഓടി വരുന്ന രീതിയിലുള്ള സർവീസും ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും ഞാൻ ഹാപ്പിയാണ്. ഇത് ഇനിയും എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷേ നമ്മൾ ലിമിറ്റേഷൻസ് കൊണ്ടാണ്. അപ്പോൾ അഖിലിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. ഒരു 2018 ഒരു സോളാർ സിസ്റ്റം ചെയ്തിട്ട് അത് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാന്നുള്ള മനസ്ഥിതിയോടെ അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ വരികയുണ്ടായത്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ഇനി നമ്മുടെ ചാനലിലൂടെ വന്നിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. ദിസ് ഇസ് അഖിൽ സൈനിങ് ഓഫ് ഫ്രം സോളാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. ബൈ.